Good evening. Namaste. Namaste, sir. നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. മാസ്റ്റർ ചൊവാക്ക് ഇൻട്രൊഡക്ടറി സെഷനിൽ നിങ്ങളുടെ മൈക്ക് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രൊഡക്ടറി സെഷൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷൻ പറയുന്ന പ്രാണിക് ഹീലിംഗ് സെന്റർ ആണ്. കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ ആണ്. വേൾഡില് പ്രാണിക് ഹീലിംഗിന്റെ അതോറിറ്റി. കേരളത്തില് യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ, കൊച്ചിൻ കേരള, കാലിക്കറ്റ് കേരള, ഈ രണ്ട് ഓർഗനൈസേഷൻസ് ആണ് പ്രാണിക് ഹീലിംഗിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നത്. സോ പ്രാണിക് ഹീലിംഗ് ഒരു ഏൻഷ്യൻ സയൻസ് ആണ്, ഒരു പൗരാണിക ശാസ്ത്രവും കലയുമാണ്. നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിന്റെ ഒരു പൗരാണിക വേർഷനിലല്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രാണിക് ഹീലിംഗ് പറയുന്നത് മോഡേൺ പ്രാണിക് ഹീലിംഗ് ആണ്. മോഡേൺ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ പ്രാണിക് ഹീലിംഗിനെ അപേക്ഷിച്ച് അത് വളരെ ലളിതമാണ്. അതേപോലെ അത് ശാസ്ത്രീയമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആർക്കും അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കി വളരെ വേഗത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിലാണ് അത് മോഡേണൈസ് ചെയ്തിരിക്കുന്നത്. ആ മോഡേൺ ഫോമാണ് MCKS പ്രാണിക് ഹീലിംഗ്. MCKS പ്രാണിക് ഹീലിംഗ് എന്നുള്ള പേര് മാസ്റ്റർ ചൊവാക്കോക്സി എന്നുള്ള പദത്തിൽ നിന്നാണ് MCKS എന്നുള്ള പദം. മാസ്റ്റർ ചൊവാക്കോക്സി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണത്. മാസ്റ്റർ ചൊവാക്കോക്സി ആണ് ഫൗണ്ടർ ഓഫ് മോഡേൺ പ്രാണിക് ഹീലിംഗ്, ആധുനിക പ്രാണിക് ഹീലിംഗിന്റെ സ്ഥാപകൻ. അതുകൊണ്ട് ആധുനിക പ്രാണിക് ഹീലിംഗ് മാസ്റ്റർ ചൊവാക്കോക്സിസ് പ്രാണിക് ഹീലിംഗ് അല്ലെങ്കിൽ MCKS പ്രാണിക് ഹീലിംഗ് ആണ് അറിയപ്പെടുന്നത്. നിങ്ങളെടുത്ത് ഈ സെഷനിലേക്ക് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറയാണ്. യൂസ് ഓഫ് ഇന്റലിജന്റ് ഇവാലുവേഷൻ. നമ്മൾ ഈ സെഷനിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഇത് ശരിയാണോ എന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ പ്രാക്ടീസിന്റെ ബേസിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്നതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കി ആ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. അതായത് നമ്മളിവിടെ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടല്ല നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഉറപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവരും ഒന്നും വീഡിയോ ഓൺ ചെയ്തല്ല ഇരിക്കുന്നത്. വീഡിയോ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സ്വീകാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെ കൈകൾ കെട്ടിയിരിക്കരുത്, പകരം കൈ തുറന്നിരിക്കുക. അങ്ങനെ കൈ തുറന്ന് വളർത്തി വെച്ചിരിക്കുക. കാലുകളും അതേപോലെ ക്രോസ് ചെയ്യാതിരിക്കുക. ഒരു തുറന്ന മനസ്സോട് കൂടി ഇരിക്കുക. തുറന്ന മനസ്സെന്ന് പറയുമ്പോഴും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ സ്വീകരിക്കുന്ന മനസ്സല്ല, മറിച്ച് ഡിസ്ക്രിമിനേറ്റിംഗ് മൈൻഡ്, ഒരു വിവേചന ബുദ്ധിയോട് കൂടി ഇരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരംഭത്തിൽ നിങ്ങളെടുത്ത് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മൾ പ്രാണിക് ഹീലിംഗിന്റെ ഇൻട്രൊഡക്ടറി സെഷനിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. എന്താണ് പ്രാണിക് ഹീലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിലാണ് പ്രാണിക് ഹീലിംഗ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? പ്രാണിക് ഹീലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, പ്രാണിക് ഹീലിംഗ് നിങ്ങൾ കേട്ടിട്ടുള്ള പലരും അതൊരു ചികിത്സാ രീതിയായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക.
പ്രാണിക് ഹീലിംഗ് ഒരു ചികിത്സാ രീതിയാണ്. പ്രാണിക് ഹീലിംഗിൽ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് ചികിത്സാ രീതിയാണ്. ഇവിടെ പറയുന്ന കാര്യം പ്രാണിക് ഹീലിംഗിന്റെ ഇന്റൻഷൻ പക്ഷെ ഒരിക്കലും നിലവിലുള്ള ചികിത്സകൾക്ക് പകരം ഒരു പുതിയ ചികിത്സ സ്ഥാപിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏത് ചികിത്സകളുടെ കൂടെയും ചെയ്യാവുന്ന ഒരു അനുപൂരക ചികിത്സ അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്ററി തെറാപ്പിയാണ് പ്രാണിക് ഹീലിംഗ്. നമുക്ക് എന്താണ് പ്രാണിക് ഹീലിംഗിന്റെ അടിസ്ഥാന നിയമങ്ങൾ നോക്കാം. പ്രാണിക് ഹീലിംഗിന്റെ അടിസ്ഥാന നിയമങ്ങൾ ഇത് രണ്ടുമാണ്: പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി. പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി പറയാണ് അവർ ബോഡി ഹാസ് ദ എബിലിറ്റി ടു ഹീൽ ഇറ്റ് സെൽഫ്. ഈ പ്രിൻസിപ്പിളിന് മലയാളത്തിൽ പറയുന്നത് സ്വയം സുഖപ്പെടൽ നിയമം എന്നാണ്. നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ടെന്നാണ് ഈ നിയമം പറയുന്നത്. ചെറിയ മുറിവോ ചെറിയ പൊള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അത് ഹീലാവും. ചെറിയ ജലദോഷം, ചെറിയ പനി, അങ്ങനെയുള്ള ചെറിയ വേദനകളൊക്കെ തന്നെ പലപ്പോഴും നമ്മളത് കെയർ ചെയ്യുക പോലും ഇല്ല, അത് തനിയെ സുഖപ്പെടും. അപ്പൊ എങ്ങനെയാണ് അത് സുഖപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ രോഗങ്ങളെ സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഇതാണ് പ്രാണിക് ഹീലിംഗിന്റെ ഒന്നാമത്തെ നിയമം. 2, പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി, ജീവശക്തി നിയമം എന്ന് അതിന് പറയാം. ജീവശക്തി നിയമം. ഈ ജീവശക്തി നിയമം പറയാണ് നമ്മളെ ഭൗതിക നമ്മളെ ശരീരത്തില് ജീവശക്തി ഉണ്ട്. ജീവശക്തി, ഈ ജീവശക്തിക്ക് പഴയ ഇന്ത്യൻ നെയിം പ്രാണ എന്നാണ്. പ്രാണ സാൻസ്ക്രിറ്റ് നെയിമാണ് അത്, പ്രാണ അല്ലെങ്കിൽ ലൈഫ് എനർജി പറയും. സോ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി പറയുന്നു നമ്മുടെ ശരീരത്തില് ലൈഫ് എനർജി ഉണ്ട് അല്ലെങ്കിൽ പ്രാണശക്തി ഉണ്ട്. ലൈഫ് എനർജി ഉണ്ട് അല്ലെങ്കിൽ പ്രാണശക്തി ഉണ്ട്. ഇനി ഈ 2 നിയമവും ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയാം: ശരീരത്തിലുള്ള ജീവശക്തിയുടെ അല്ലെങ്കിൽ ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് വഴി ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതാണ് പ്രാണിക് ഹീലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഈ 2 നിയമങ്ങളും ചേർത്ത് പറയുമ്പോൾ ശരീരത്തിന് ഒരു പരിധി വരെ സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്, ശരീരത്തിന് ജീവശക്തി ഉണ്ട്. ഈ ജീവശക്തി എന്നുള്ള പദം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന പദമല്ല, സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമല്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ ഇതിന് ജീവൻ എന്നുള്ള പേരിൽ പറയും. അവശരായിട്ടുള്ള ആളുകൾ, ഒരു ഉന്മേഷം ഇല്ലാത്ത ഒരാള്, ഒരു പ്രസരിപ്പ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ, എനർജറ്റിക് അല്ലാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ പറയും അയാൾ ഒരു ജീവൻ ഇല്ലാത്തവനാണ്. ജീവൻ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ എന്നല്ല അർത്ഥം, മറിച്ച് ഒരു ജീവശക്തി കുറവുള്ളവൻ, ഒരു എനർജി കുറവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഈ ലൈഫ് എനർജി അല്ലെങ്കിൽ ജീവശക്തിക്ക് പകരമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പദമാണ് ജീവൻ. ഒരു ഉന്മേഷമോ ആരോഗ്യമൊന്നും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് അങ്ങനെ പറയും. സോ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ജീവശക്തി നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ സ്വയം സുഖപ്പെടാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കാനാവും. നമ്മൾ പറഞ്ഞു ശരീരത്തിന്റെ സ്വയം സുഖപ്പെടാനുള്ള കഴിവ് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ചെറിയ ഫീവറോ ചെറിയ പൊള്ളലോ ചെറിയ പനിയോ ചെറിയ മുറിവോ ഒക്കെ വരുമ്പോൾ അതിനെ സുഖപ്പെടുത്താനുള്ള കഴിവേ ഉള്ളൂ. അതേസമയത്ത് ശരീരത്തിലെ ലൈഫ് എനർജി അല്ലെങ്കിൽ ജീവശക്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ സുഖപ്പെടാനുള്ള കഴിവിനെയും കൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുമ്പോഴെന്താ, കുറച്ചുകൂടെ ഗുരുതരമായ രോഗങ്ങളെ സ്വയം സുഖപ്പെടുത്താൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും. ഇതാണ് പ്രാണിക് ഹീലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ ജീവശക്തി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കാരണം വർദ്ധിപ്പിച്ചാൽ ശരീരത്തിന് സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുകയും ശരീരം സുഖപ്പെടുകയും ചെയ്യും. അപ്പൊ എങ്ങനെ ജീവശക്തി വർദ്ധിപ്പിക്കാം എന്നുള്ളത് ഇത് വളരെ കോമൺ ആയിട്ട് പലർക്കും അറിയുന്ന ഒരു കഥയാണ്. ബൈബിളിലെ ഒരു കഥയാണ്. വർഷങ്ങളായിട്ട് രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ യേശുദേവനാൽ സുഖപ്പെട്ട കഥ. ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് യേശുദേവനോട് സംസാരിക്കാനോ രോഗവിവരം പറയാനൊന്നും സാധിച്ചില്ല. തിരക്കിൽ എങ്ങനെ അവര് ക്രൈസ്റ്റിന്റെ ഡ്രസ്സിലൊന്ന് സ്പർശിക്കും. അദ്ദേഹം പറയും, എന്നെ ആരോ സ്പർശിച്ചിട്ടുണ്ട്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആൾക്കൂട്ടത്തിൽ നിന്ന് ആ സ്ത്രീ പറയും, അങ്ങയെ സ്പർശിച്ചത് ഞാനാണ്, ഞാൻ സുഖം പ്രാപിച്ചു. അപ്പൊ ഇത് ക്രിസ്ത്യൻ ട്രഡീഷനിൽ വിശ്വാസത്തെ പ്രകീർത്തിക്കാനെല്ലാം പറയുന്ന ഒരു കഥയാണ്. സോ വിശ്വാസത്തോടു കൂടി ക്രൈസ്റ്റിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ച് രോഗി സുഖം പ്രാപിച്ചു. തീർച്ചയായിട്ടും അതെ. നമ്മളിവിടെ എടുക്കുന്നത് ക്രൈസ്റ്റ് പറഞ്ഞ പദമാണ്. എന്നെ ആരോ സ്പർശിച്ചിട്ടുണ്ട്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു.
ആ പ്രോസസ്സാണ് യഥാർത്ഥത്തില്, ആ പ്രോസസ്സിലൂടെയാണ് യഥാർത്ഥത്തില് ഹീലിംഗ് സംഭവിച്ചത്. ക്രൈസ്റ്റിൽ നിന്നുള്ള ലൈഫ് എനർജി, ക്രൈസ്റ്റിൽ നിന്നുള്ള എനർജി, ജീവശക്തി ആ രോഗിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും രോഗിയിലെ ആ ജീവശക്തിയുടെ അളവ്, ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിക്കുകയും രോഗി സുഖം പ്രാപിക്കുകയും ചെയ്തു. ഓക്കെ, സോ അവിടെ നടന്ന പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ആവശ്യം. ക്രൈസ്റ്റ് പറഞ്ഞത് ശക്തി പുറപ്പെട്ടിരിക്കുന്നു, ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി, ക്രൈസ്റ്റിൽ നിന്നുള്ള എനർജി രോഗിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇങ്ങനെ ഹീലർ രോഗിയിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് രോഗിയുടെ ഊർജ ശരീരത്തിൽ, അല്ലെങ്കിൽ രോഗിയുടെ ജീവശക്തി അല്ലെങ്കിൽ ഊർജ നിലവാരം വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ലൈഫ് എനർജി വർദ്ധിക്കുമ്പോൾ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ശരീരത്തിലുള്ള ജീവശക്തിയുടെ അളവ് വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫ് എനർജിയുടെ അളവ് വർദ്ധിക്കുമ്പോൾ ശരീരത്തിന്റെ സുഖപ്പെടാനുള്ള കഴിവ് എത്ര മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയുകയാണെങ്കിൽ അത് ഇൻഫിനിറ്റ് ആയിട്ട് വർദ്ധിക്കുന്നതേ പറയാൻ പറ്റും. ഒരു 100 മടങ്ങുന്നോ 1000 മടങ്ങുന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എത്ര വേഗത്തിലാണ് ശരീരം സുഖപ്പെടുന്നത് എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹീലിംഗില് പലതും മിറാക്കിളാണ് സംഭവിക്കുക. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ അസുഖം മാറുന്നത് എന്നുള്ളത്. അത്രയും വേഗത്തിലാണ് പ്രാണ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹീലിംഗ് സംഭവിക്കുക. സോ അതുകൊണ്ട് തന്നെ ക്രൈസ്റ്റ് ചെയ്തിരുന്ന ഹീലിംഗ് എല്ലാം തന്നെ അത്ഭുതങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അത്ഭുതങ്ങളാണ്. കാരണം അത് ക്രൈസ്റ്റ് ആണ് ചെയ്തതെന്നുള്ളത് കൊണ്ട്. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചില സമയത്ത് ഒരു സംശയം തോന്നിയേക്കാം. ക്രൈസ്റ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്തു പറഞ്ഞാൽ ക്രൈസ്റ്റ് അത്ര എനർജി റിച്ച് ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി നഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കില്ലേ എന്നുള്ളത്. സോ ക്രൈസ്റ്റിന്റെ സ്വന്തം എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മളുടെ എനർജി അല്ല, മറിച്ച് നമ്മൾ ചുറ്റുപാട് നിന്നും ഈ ലൈഫ് എനർജി നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ശരീരത്തിന് ലൈഫ് എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രാണശക്തി കിട്ടുന്നത് ചുറ്റുപാടുള്ള സ്രോതസ്സുകളിൽ നിന്നാണ്, സോഴ്സസിൽ നിന്നാണ്. സൂര്യപ്രകാശവും വായു, ഭൂമിയും ഒക്കെ അതിന്റെ സോഴ്സസ് ആണ്. അപ്പൊ ഈ സോഴ്സിൽ നിന്ന് എനർജി റിസീവ് ചെയ്താണ് നമ്മൾ രോഗിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ അതിനെക്കുറിച്ച് പറയും. ഈ കഥ വന്ന സമയത്ത് ഞാനത് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴെന്താണ്, ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട്, ശരീരത്തിൽ ജീവശക്തി ഉണ്ട്. ആ ജീവശക്തി അല്ലെങ്കിൽ പ്രാണശക്തി വർദ്ധിക്കുമ്പോൾ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. എങ്ങനെ അത് വർദ്ധിപ്പിക്കാം? അത് വർദ്ധിപ്പിക്കുന്നത് ആ ജീവശക്തി അല്ലെങ്കിൽ പ്രാണ രോഗിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. അപ്പൊ എന്താ പ്രാണി ഹീലിംഗ് ചോദിച്ചാൽ നമുക്ക് പറയാം, ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ അല്ലെങ്കിൽ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ് പ്രാണി ഹീലിംഗ്. ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ ഓർ ലൈഫ് എനർജി ടു ഹീൽ ദ ബോഡി. ഭൗതിക ശരീരത്തെ സുഖപ്പെടുത്താൻ വേണ്ടി ശരീരത്തിലേക്ക് പ്രാണ അല്ലെങ്കിൽ ലൈഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ പ്രാണ അല്ലെങ്കിൽ ലൈഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യാണ് പ്രാണി ഹീലിംഗിലൂടെ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ലൈഫ് എനർജി വർദ്ധിക്കുമ്പോൾ അവിടെ സുഖപ്പെടാനുള്ള കഴിവും വർദ്ധിക്കുന്നു. ഇനി ഈ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി പറയുന്നത്, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു പ്രാണി ഹീലിംഗിലെ ട്രാൻസ്ഫറൻസ് ഓഫ് എനർജിയാണ്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞത് കഥയിലാണ്, ക്രൈസ്റ്റിന്റെ കഥയിലാണ്. അങ്ങനെ ഈ 1-2 കഥയിലോ അനുഭവങ്ങളിലോ ഒന്നും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി. ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തില്, നിത്യജീവിതത്തില് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി. പലർക്കും അതിനെപ്പറ്റി അവെയർ അല്ല, പക്ഷെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനർജി ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ടാണ് എന്ന് നമുക്ക് ചിലപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ചില സമയത്ത് നമ്മളൊന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു മൂഡ് ഓഫ് ആണ്, ഇന്ന് ഞാൻ എന്തോ അറിയില്ല, കുറച്ച് വീക്കാണ്, ഇന്ന് അത്ര ഉന്മേഷവാനല്ല എന്നൊക്കെ തോന്നുന്ന ചില ദിവസങ്ങൾ. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ചില ആളുകളോട് സംസാരിക്കുകയോ അല്ലെ അവരുടെ സമീപത്തിരിക്കുകയോ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നത് വഴി പെട്ടെന്ന് നമ്മളൊന്ന് റിക്കവർ ആവും, പെട്ടെന്ന് നമുക്കൊരു ഉന്മേഷം തിരിച്ചു കിട്ടി നമ്മളൊരു എനർജറ്റിക് ആവും. ഇത് പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, നല്ല ഉന്മേഷത്തോടെ ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത്
ചില ആളുകളോട് സംസാരിക്കുകയോ ചില ആളുകളുടെ സമീപത്തിരിക്കുകയോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് ഡൗൺ ആയേക്കാം, പെട്ടെന്ന് ഡൗൺ ആയേക്കാം. അപ്പൊ ഇത് പലപ്പോഴും ആൾക്കാർ നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഇയാളോട് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആകെ ഡൗൺ ആവുന്നുണ്ട്, വീക്ക് ആവുന്നുണ്ട് എന്നൊക്കെ. ഇത് ഞാൻ പറഞ്ഞത് ഒരിക്കലും ചില ആളുകൾ ഇതേപോലെ നമ്മളെ വീക്കാക്കുന്ന ആൾക്കാരാണ്, ചില ആൾക്കാർ നമ്മളെ എനർജറ്റിക് ആക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ചില ആളുകൾ നല്ലവരാണ്, ചില ആൾക്കാർ അത്ര നല്ലവരല്ല എന്ന് പറയാനല്ല. മറിച്ച് ഇങ്ങനെ സംഭവിച്ചത് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള എനർജി നമ്മളിൽ നിന്ന് അവരിലേക്കോ അവരിൽ നിന്ന് നമ്മളിലേക്കോ ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ പറഞ്ഞു വന്നത് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. പ്രാണിക് ഹീലിംഗിലും ഇത് തന്നെയാണ് ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി ടു ഹീൽ ദ ബോഡി. ബോഡി സുഖപ്പെടാൻ വേണ്ടിയിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാണ് പ്രാണിക് ഹീലിംഗിലും ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ് പ്രാണ ലഭിക്കുന്നത് എന്നുള്ളത്. പ്രാണന്റെ കുറെ സോഴ്സസ് സൂര്യപ്രകാശവും വായുവും ഭൂമിയും സസ്യങ്ങളും ജലവും ഒക്കെ പ്രാണന്റെ സോഴ്സസ് ആണ്. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്താൽ മതി. പ്രധാനമായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ടെന്നുള്ളത്. അത് ഞാനും നിങ്ങളൊക്കെ എത്രയോ തവണ ബോധ്യപ്പെട്ടതാണ്. ചെറിയ മുറിവും പൊള്ളലൊക്കെ വന്നപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ സുഖപ്പെട്ടിട്ടുണ്ട്. അത്രേ നമ്മൾ ഇവിടെ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ നിയമം, ശരീരത്തിൽ പ്രാണനുണ്ട് അല്ലെങ്കിൽ പ്രാണിക്ക് ലൈഫ് എനർജി ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാം, നമ്മളെ ശരീരത്തിലുള്ള ലൈഫ് എനർജി നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാം എന്നുള്ളത് നോക്കാം. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമല്ല, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് ഓൺ ചെയ്യുന്നതിന് വിരോധമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്ന് ഇരിക്കുകയോ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷോൾഡർക്ക് ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം, ഈ പറയുന്ന പ്രാക്ടീസ്. എന്നിട്ട് നിങ്ങളുടെ രണ്ട് കൈകളുടെയും മധ്യത്തിൽ ഒന്നിങ്ങനെ സ്പർശിക്കുക. ഇതേപോലെ രണ്ട് കൈയുടെയും നടുക്ക് കൂളായിട്ട്. എന്നിട്ട് രണ്ട് കൈയും ബലമൊന്നും ഇല്ലാതെ വളരെ ജെന്റിലായിട്ട്, വളരെ എന്താ പറയാ, ബലമൊന്നും ഇല്ലാതെ കൂളായിട്ട് ഇങ്ങനെ പിടിക്കുക. ഒരു 3 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ പിടിക്കുക. ഇനി നിങ്ങളിങ്ങനെ കൈകൾ ഒരു അല്പസമയം പിടിച്ചുകൊണ്ടേയിരിക്കുക, അതേപോലെ പിടിച്ചിരിക്കുക. ചിരിച്ചുകൊണ്ടിരിക്കുക, ചിരിച്ചിരിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാം. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുന്നു, സാവധാനം പുറത്തേക്ക് വിടുന്നു. ആ കൂടെ നമ്മൾ നേരത്തെ രണ്ട് കൈയുടെയും നടുക്ക് തൊട്ടിരുന്നു. ആ തൊട്ട സ്ഥലത്ത് നമുക്ക് ഇപ്പോഴെന്താണ് അനുഭവിക്കാൻ സാധിക്കുന്നത്, എന്താ നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് കൈകളുടെയും മധ്യഭാഗത്ത് തൊട്ട സ്ഥലത്ത് നമ്മളൊന്ന് സൗമ്യമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഓവറായിട്ട് ശ്രദ്ധിക്കണ്ട, ജസ്റ്റ് ഒന്ന് അവെയർ ആവുക. ദെൻ നോക്കണമെന്നില്ല, അവിടേക്ക് നോക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അവെയർ ആയാൽ മതി. നിങ്ങൾ കൈകൾ മെല്ലെ ഇങ്ങനെ അകറ്റുന്നു, വീണ്ടും കൈകൾ മെല്ലെ ഇങ്ങനെ അടുപ്പിക്കുന്നു. കൈകൾ ഇങ്ങനെ അകറ്റുമ്പോഴും വീണ്ടും കൈകൾ ഇങ്ങനെ അടുക്കുമ്പോഴും നിങ്ങളുടെ കൈകൾക്കുള്ളിൽ ആ തൊട്ട സ്ഥലത്തോ അല്ലെങ്കിൽ കൈവെള്ളയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് അനുഭവിച്ചറിയാൻ കഴിയുന്നത് നോക്കും. നിങ്ങൾ കൈകൾ സാവധാനം അകറ്റിയടിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കൈകളിൽ ഫീൽ ചെയ്തതെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഓൺ ചെയ്തോളൊന്നും നിർബന്ധമല്ല, പക്ഷെ ഓഡിയോ ഓൺ ചെയ്തിട്ടൊന്ന് പറയാം. എന്താ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ എന്താണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ആരെങ്കിലും ഷെയർ ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. അതാരും പ്രാക്ടീസ് ചെയ്തില്ലേ?
മൈക്ക് അൺമ്യൂട്ട്, മൈക്ക് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആ മൈക്കിന്റെ ഐക്കൺ ഒന്ന് തൊട്ടാല് അതിൽ ആ റെഡ് മാർക്ക് മാറും. അപ്പൊ നിങ്ങൾ സംസാരിച്ചാൽ കേൾക്കാൻ പറ്റും. ഒരു തരിപ്പ് മാതിരി തോന്നി കൈക്കുള്ളില്. കൈക്കുള്ളിൽ ഒരു തരിപ്പ് പോലെ തോന്നി. ഓക്കെ. ആ സെന്ററിൽ ആദ്യം എനിക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നോറും എന്തോ ഒരു വൈബ്രേഷൻ മാതിരി എന്തോ ചെറുതായിട്ട് തോന്നി. അത്രേ ഉള്ളൂ. ഓക്കെ. രണ്ട് കൈകളും അടുത്ത് വരുമ്പോൾ ചെറുതായിട്ട് വൈബ്രേഷൻ തോന്നി അല്ലേ? ആ ചെറുതായിട്ട്. ഓക്കെ. ഒരുപാട് തോന്നിയില്ല, ചെറുതായിട്ടൊന്നും. ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും? മൈക്ക് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ആ റെഡ് മാർക്ക് മാറിയിട്ട്. A little heat and vibration. While I keep my hands near. Okay. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ വോയിസ് ഷെയർ ചെയ്യാം. സോ ഒരാൾക്ക് കൈക്കിടയിൽ ഒരു ചൂട് തോന്നി, മൈൽഡ് ആയിട്ടുള്ള ചൂട്, അതേപോലെ വൈബ്രേഷൻ തോന്നി, തരിപ്പ് പോലെ തോന്നി. പിന്നെ ഓക്കെ, എനിവേ അറ്റ്ലീസ്റ്റ് രണ്ടുപേരെങ്കിലും ഷെയർ ചെയ്തല്ലോ. നിങ്ങൾ ഈ കൈക്കിടയിൽ ചൂട് തോന്നി പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം എന്താണ് നമ്മൾ ചെയ്ത പ്രാക്ടീസ് എന്താന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തി ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ചുറ്റുപാടിൽ നിന്നാണ് പ്രാണ ലഭിക്കുന്നത്, വായുവിൽ നിന്നും ഭൂമിയിൽ നിന്നും സൂര്യപ്രകാശത്തു നിന്നൊക്കെയാണ് പറഞ്ഞു. അത് നമ്മുടെ ശരീരത്തിലേക്ക് ആ പ്രാണ കടന്നു വരുന്ന കേന്ദ്രങ്ങളെ ചക്രകൾ എന്നാ പറയാ യോഗശാസ്ത്രത്തില്, യോഗയിൽ പറയുന്നത്. നമ്മുടെ കയ്യിൽ അതേപോലെ ചക്രകളുണ്ട്. ചക്ര പറഞ്ഞാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ബേണിംഗ് എനർജി സെന്റേഴ്സ് ആണ്. പ്രാണനെ അബ്സോർബ് ചെയ്യുന്ന ജീവശക്തി അബ്സോർബ് ചെയ്യുന്ന സെന്റേഴ്സ് ആണ്. നിങ്ങൾ ഇവിടെ സ്പർശിക്കുമ്പോഴത്തേനും ആ ചക്ര ആക്ടിവേറ്റഡ് ആവും. ആക്ടിവേറ്റഡ് വെച്ചാൽ അത് ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ധാരാളമായിട്ട് പ്രാണ അബ്സോർബ് ചെയ്യും. അപ്പൊ നമുക്ക് കൂടുതൽ പ്രാണ അറിയാൻ പറ്റും. പ്രാണന്റെ ഒരു പ്രകൃതമാണ് ചൂട്. ചൂട് പറഞ്ഞാൽ പൊള്ളുന്ന ചൂടൊന്നുമല്ല, ഒരു വാം സെൻസേഷൻ. അപ്പൊ അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇവിടെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഹീറ്റ് തോന്നി അല്ലെങ്കിൽ വാം ആയിട്ട് തോന്നി പറയുന്നു. ഇനി ഈ ചക്രയുടെ വേളിയും അല്ലെങ്കിൽ ഈ പ്രാണയുടെ ഈ കൂടുതലായിട്ട് പ്രാണ അബ്സോർബ് ചെയ്യപ്പെടുന്നത് അവിടെ പൾസേറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ ആയിട്ട് തരിപ്പായിട്ടൊക്കെ ഫീൽ ചെയ്യാം. അങ്ങനെ പ്രാണ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ നിറഞ്ഞ് നമ്മുടെ ബോഡിക്ക് അകത്തും പുറത്തുമായിട്ട് ആ എനർജിയുടെ ഒരു ഫീൽഡ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൈയുടെ എനർജി ഫീൽഡ് ആണെങ്കിൽ കൈക്ക് അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ വ്യാപിച്ചിരിക്കും. ഈ കൈ നിങ്ങൾ ഈ എനർജി ഫീൽഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രഷർ തോന്നും. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രഷർ തോന്നും. അതാണ് ഒരാൾ ഷെയർ ചെയ്തത്. കൈ ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ അവർക്കൊരു കൈകൾ അടുപ്പിച്ചപ്പോഴൊരു പ്രഷർ തോന്നി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ തോന്നിയിട്ടുണ്ട്. കൈക്കിടയിൽ എന്തോ ഉള്ളത് പോലെ, ഒരു മർദ്ദമുള്ളത് പോലെ തോന്നി. ഇനി ഇത് വളരെ സൂക്ഷ്മമാണിത്. അപ്പൊ അവര് പറഞ്ഞവരൊക്കെ പറഞ്ഞു വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് തോന്നുക. വളരെ കുറച്ചായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എന്തുകൊണ്ടാന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള പ്രാണ നമുക്ക് ഇങ്ങനെ അനുഭവിച്ചറിയാൻ സാധിക്കും, ഫീൽ ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ ആയിട്ടോ അല്ലെങ്കിൽ വാംത്ത് ഒരു ഇളം ചൂടായിട്ട്, പൾസേറ്റിംഗ് ആയിട്ട്, പ്രഷറായിട്ടൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഈ ജീവശക്തി അല്ലെങ്കിൽ ഈ എനർജി ഫീൽഡ് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ അതിന്റെ കോഴ്സിൽ നമ്മൾ പഠിക്കും. എങ്ങനെ കാണാൻ സാധിക്കുന്നുള്ളത് എല്ലാവർക്കും കാണാൻ സാധിക്കും.
അതിനുള്ള പരിശീലനങ്ങൾ നമ്മൾ ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഓൺലൈനിൽ നമുക്കത് ചെയ്യാനുള്ള അസൗകര്യമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രാണിക് ഹീലിംഗിന്റെ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പ്രാണിക് ഹീലിംഗിന്റെ കോൺസെപ്റ്റ് പറയാണ്, നമ്മളെ ഭൗതിക ശരീരത്തിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ ശരീരത്തിന് ഒരു എനർജിയുടെ ആവരണം ഉണ്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബോഡിക്ക് മുഴുവനായിട്ടും അങ്ങനെ ഒരു എനർജി ഫീൽഡ് ഉണ്ട്. പ്രാണിക് ഹീലിംഗില് നമ്മൾ അതിനെ രണ്ട് ഭാഗങ്ങളായിട്ട്, ഭൗതിക ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പറയാം, ഫിസിക്കൽ ബോഡി ആൻഡ് എനർജി ബോഡി പറയും. ഈ ഊർജത്തിന്റെ ആവരണം നമ്മളെ ഭൗതിക ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി ബോഡിയുടെ അതേ ആകൃതിയിൽ പുറത്തേക്ക് വ്യാപിച്ചിരിക്കുക ചെയ്യുക. അപ്പം നമ്മൾ ഇതിനെ ഫിസിക്കൽ ബോഡി പറയും. നമ്മൾ കാണുന്ന ശരീരത്തെ, ഈ കാണാൻ സാധിക്കാത്ത, സാധാരണഗതിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ ഊർജത്തിന്റെ ആവരണത്തെ എനർജി ബോഡി പറയും, അല്ലെങ്കിൽ ഊർജ ശരീരം എന്ന് പറയും. ഇനി എന്താണ് ഈ ഊർജ ശരീരം? ഈ ഊർജ ശരീരത്തിലാണ് ചക്രകൾ അല്ലെങ്കിൽ ഊർജ കേന്ദ്രങ്ങൾ ഉള്ളത്, പ്രാണ അബ്സോർബ് ചെയ്യുന്ന എനർജി സെന്റേഴ്സ് ഉള്ളത്. എന്താണ് ഈ രണ്ട് ശരീരങ്ങളും തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ശരീരവും ഈ ഊർജ ശരീരവും എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന നിയമമാണ് ലോ ഓഫ് കറസ്പോണ്ടൻസ്. സോ ലോ ഓഫ് കറസ്പോണ്ടൻസ് പറയും, ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും ഊർജ ശരീരത്തിലും, ഊർജ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഭൗതിക ശരീരത്തിലും പ്രകടമാവും. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഉദാഹരണത്തിന്, ഒരു കാൽമുട്ട് വേദന ഉള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ബോഡിയുടെ എല്ലാ ഭാഗത്തും ഈ ഊർജ ശരീരം ഇതേപോലെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, ഈ കാൽമുട്ട് വേദന ഉള്ള ഭാഗത്ത് അവിടെ മാത്രം ഊർജ ശരീരം ചാരനിറത്തിലായിരിക്കും. ഈ ചാരനിറത്തിൽ കാണുന്നത് രോഗോർജാണ്. രോഗം ഭൗതിക ശരീരത്തെ ബാധിക്കുന്ന പോലെ ഊർജ ശരീരത്തെയും ബാധിക്കും. രോഗം ഭൗതിക ശരീരത്തെ ബാധിക്കുന്ന പോലെ ഊർജ ശരീരത്തെയും ബാധിക്കും, എനർജി ഫീൽഡിനെയും ബാധിക്കും. അപ്പോ ഇനി ഭൗതിക ശരീരം സുഖപ്പെടുമ്പോഴോ ഊർജ ശരീരം സുഖപ്പെടും. ഭൗതിക ശരീരം സുഖപ്പെടുമ്പോൾ ഊർജ ശരീരം സുഖപ്പെടും. അതേപോലെ ഊർജ ശരീരം സുഖപ്പെട്ടാൽ ഭൗതിക ശരീരവും സുഖപ്പെടും. പ്രാണിക് ഹീലിംഗിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഭൗതിക ശരീരത്തെ നമ്മൾ ചികിത്സിക്കുന്നില്ല, മറിച്ച് ഇങ്ങനെ കാണുന്ന ഊർജ ശരീരത്തില് ആ എനർജി ഫീൽഡിൽ ഉണ്ടാവുന്ന രോഗാവസ്ഥയെ നീക്കം ചെയ്യുന്നത്, ആ രോഗോർജത്തെ നീക്കം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ രോഗോർജത്തെ നീക്കം ചെയ്ത് കഴിയുമ്പോൾ ആ ഊർജ ശരീരം സുഖപ്പെടും. നീക്കം ചെയ്തതിന് ശേഷം അവിടുത്തെ രോഗശമന തോത് വർദ്ധിപ്പിക്കാനായിട്ട് അവിടെയുള്ള ഊർജത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും. നമ്മൾ പറഞ്ഞു എനർജിയുടെ അളവ് വർദ്ധിക്കുമ്പോൾ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും. അതിനുവേണ്ടി അവിടേക്ക് നമ്മൾ ഊർജം ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഊർജ ശരീരത്തിൽ നിന്ന് രോഗാവസ്ഥയെ മാറ്റി ഊർജ ശരീരത്തെ സുഖപ്പെടുത്തും. നിയമം അതാണ്, ഊർജ ശരീരം സുഖപ്പെടുമ്പോൾ ഭൗതിക ശരീരവും സുഖപ്പെടും. ഊർജ ശരീരം സുഖപ്പെടുമ്പോൾ ഭൗതിക ശരീരവും സുഖപ്പെടും. അപ്പൊ പ്രാണിക് ഹീലിംഗിൽ ചെയ്യുന്നത് ഇതാണ്. ഹീലിംഗിലൂടെ ഊർജ ശരീരത്തെ സുഖപ്പെടുത്തിക്കൊണ്ട് ഭൗതിക ശരീരത്തെ സുഖപ്പെടുത്തുക ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും, ഇത് വേദന പോലത്തെ മൈൽഡ് ആയിട്ടുള്ള രോഗങ്ങൾക്കാണോ അങ്ങനെ ചെയ്യാൻ സാധിക്കാന്ന്? വേദനയൊക്കെ പോലുള്ള കാര്യങ്ങള്, വേദനയൊക്കെ പോലുള്ള അസുഖങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ആശ്വാസം നൽകാൻ സാധിക്കും പ്രാണിക് ഹീലിംഗിലൂടെ. അതേ സമയത്ത് ഗുരുതരമായ രോഗങ്ങളൊക്കെ, നമ്മൾ ആന്തരിക അവയവങ്ങളെയോ നമ്മുടെ ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളെയൊക്കെ ഗുരുതരമായിട്ട് ബാധിച്ച രോഗങ്ങളാണെങ്കിൽ ഈ ഹീലിംഗ് നമ്മൾ ചെയ്യുന്നത് ആ ഓരോ ഓർഗൻസിനെയും, ഓരോ ശരീരഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന ഊർജ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ചക്രകളിലാണ്. അപ്പൊ ഈ ചക്രകളാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ചക്രകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആ ചക്രയാൽ നിയന്ത്രിക്കുന്ന അവയവങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. അങ്ങനെ ഗുരുതരമായ രോഗങ്ങളൊക്കെ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ ചക്രകളെ സുഖപ്പെടുത്തി അല്ലെങ്കിൽ ചക്രകളെ ഹീൽ ചെയ്തുകൊണ്ടാണ് ചെയ്യുക. ഇനി ഹീലിംഗിന് നമ്മൾ രോഗിയുടെ ഭൗതിക ശരീരത്തിൽ സ്പർശിക്കുന്നില്ല, ഊർജ ശരീരത്തിലാണ്. അപ്പം ഊർജ ശരീരത്തിന്റെ അല്ലെങ്കിൽ ആ എനർജി ഫീൽഡ് ബോഡിയിൽ നിന്ന് കുറച്ച് അകലെ വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബോഡിയിൽ തൊടാതെയാണ് നമ്മളിത് ഹീൽ ചെയ്യുന്നത്. നമുക്ക് ഊർജ ശരീരത്തിലേക്ക് ഊർജം നീക്കം ചെയ്യാനും മോശം ഊർജത്തെ നീക്കം ചെയ്യാനും ഊർജ ശരീരത്തിലേക്ക് നല്ല ഊർജം പകർന്നു നൽകാനൊക്കെ
നമുക്ക് അവരുടെ ഭൗതിക ശരീരത്തിൽ സ്പർശിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര ദൂരെ നിന്നും ഈ പ്രാണിക് ഹീലിംഗ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രാണിക് ഡിസ്റ്റന്റ് ഹീലിംഗ് പോസിബിൾ ആണ്. ഡിസ്റ്റന്റ് ഹീലിംഗ് പറഞ്ഞാൽ എത്ര ദൂരെ നിന്നും നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ഇതിന്റെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി ആർക്കൊക്കെ പ്രാണിക് ഹീലിംഗ് പഠിക്കാം? 16 വയസ്സിന് മേലെ പ്രായമുള്ള ആർക്കും, എഴുത്തും വായനയും അറിയാവുന്ന ആർക്കും പ്രാണിക് ഹീലിംഗ് പഠിക്കാനാവും. 2 ദിവസത്തെ കോഴ്സിലൂടെ അത് പഠിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന 2 ദിവസത്തെ കോഴ്സ് പറയുന്നത് ജാനുവരി 11, 12 സാറ്റർഡേ സൺഡേ കോട്ടയത്ത് വെച്ചാണ്. നമ്മുടെ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള സെന്ററിൽ വെച്ചാണ് 2 ദിവസത്തെ കോഴ്സ് നടക്കുന്നത്. എന്തൊക്കെ നമുക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സ്വയം പ്രാണിക് ഹീലിംഗിലൂടെ നിങ്ങളെ സുഖപ്പെടുത്താനുള്ള ടെക്നിക്സ് പഠിക്കാൻ പറ്റും. അതേപോലെ വേറെ ആളുകളെ, മറ്റുള്ള ആളുകളെ നമുക്ക് സുഖപ്പെടുത്താനുള്ള ടെക്നിക്ക് പഠിക്കും. കൂടാതെ വിദൂരത്തിരിക്കുന്ന ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളെ, ഡിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ സുഖപ്പെടുത്താം എന്നുള്ള ടെക്നിക്സ് പഠിക്കും. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞു, ജീവശക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചില ആൾക്കാരെ കൊണ്ട് പറയും അയാൾ ഒരു ജീവൻ ഇല്ലാത്തവനാണെന്ന്. ജീവൻ ഇല്ലാത്തവൻ പൊതുവെ ഉന്മേഷം ഇല്ലാത്തവനും ആരോഗ്യക്കുറവുള്ളവനും ഒരു പ്രസരിപ്പോ ഊർജ്ജസ്വലതയൊന്നും ഇല്ലാത്തവനൊക്കെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനർജി വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ വർദ്ധിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഈ ജീവശക്തി അല്ലെങ്കിൽ ഊർജ നിലവാരം വളരെ ലളിതമായ മാർഗങ്ങളിലൂടെ വളരെ വളരെ കൂടിയ അളവിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് നല്ല ആരോഗ്യം മാത്രമല്ല, നല്ല സമാധാനവും സന്തോഷവും ഉന്മേഷവും ഉയർന്ന കാര്യക്ഷമതയും ഊർജ്ജസ്വലതയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഈ പ്രാണിക് ഹീലിംഗ് പരിശീലനങ്ങളിലൂടെ. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അതിനുള്ള സമയമാണ്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉള്ളവർക്ക് ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഈ ഒരു ക്ലാസ് പാലക്കാട് തുടങ്ങാൻ പറ്റുമോ? നമ്മളൊരു 10 പേരുണ്ടെങ്കിൽ എവിടെയും ചെയ്യും. നിങ്ങളൊരു 10 പേര് പഠിക്കാൻ റെഡി ആണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യും. നിങ്ങൾ ഈ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ അയച്ചു തന്ന ആളുകളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ പ്രോഗ്രാം അയച്ചു തന്നവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫീസ് എങ്ങനെയാ? ഇത് 2 ദിവസത്തെ കോഴ്സാണ്. 2 ദിവസത്തെ കോഴ്സിൽ നമ്മൾ പറഞ്ഞു, വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ ആണ് അതിന്റെ അതോറിറ്റി. അവർ ചെയ്യുന്ന കോഴ്സാണ്. നമ്മളിത് ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷന്റെ സൈറ്റിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം ചെയ്യുന്നത്. അവർ നൽകുന്ന കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ടാവും, അവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടെ കോഴ്സ് ഫീ വരുന്നത് 6000 rupees ആണ്. ഇപ്പൊ നിങ്ങൾ ഈ ജനുവരി മാസത്തിൽ കൂടെ പഴയ ഫീ 5000 ആണ്. ഈ ജനുവരിയിലെ കോഴ്സും കൂടെ നിങ്ങൾക്ക് 5000 rupees ചെയ്യാൻ സാധിക്കും. 5000 രൂപയാണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫീ ആണ്. ഈ വർഷം കൂടെ നമ്മളത് ഒരു മാസത്തെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും റെഡി ആണെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റന്റ് ഹീലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. അതിന് നിങ്ങൾ ആർക്കെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും പെയിനോ ബുദ്ധിമുട്ടോ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഹീൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ എത്രയോ ദൂരെയാണ്, ഞാൻ കോഴിക്കോടാണുള്ളത്. സോ എങ്ങനെയാണ് ഡിസ്റ്റന്റ് ആയിട്ട് ഹീൽ ചെയ്യുക എന്നുള്ളത് ഒരു ഡെമോ കാണിക്കാം. നിങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പെയിനോ ഡിസ്കംഫർട്ടോ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാം. എനിക്ക് മുട്ടുവേദനയാണ്. മുട്ടുവേദനയല്ല, വീണിട്ട് കാലിൽ സർജറി ചെയ്തിട്ട് റോഡ് ഇട്ടിരിക്കുക. അപ്പൊ മുട്ടിന്റെ താഴെ നല്ല വേദനയാണ്. ഇപ്പൊ വേദന ഉണ്ടോ മാം? ഇപ്പൊ വേദന തന്നെയാണ്. ഓക്കെ. സോ ആ വേദന കൂടുകയോ കുറയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ? എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ബസ്സിലൊന്നും കയറാനായിട്ടില്ല, പതുക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോഴും ആ പെയിന് ഏറ്റക്കുറച്ചിലൊക്കെ വന്നാൽ നമുക്ക് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. ഓക്കെ. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ആവശ്യമുള്ളതാണ് ഹീൽ ചെയ്യാൻ. ഞാനിപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് വീഡിയോ ഓൺ ചെയ്യണം. നമുക്ക് ആളെ ഒന്ന് കാണണം. ഫുൾ ടൈം വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ. പത്മജ പേര് അല്ലേ? പത്മജ. ഓക്കെ. നിങ്ങൾ പാലക്കാടാണോ സ്ഥലം? ഞാൻ പാലക്കാടാ. ഞാൻ പക്ഷെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്.
ഓക്കെ ഓക്കെ. സോ ഏത് കാലിലാണ് മാം? ഇടത്തുകാല്. ഇടത് കാലില്. ഓക്കെ. ആ നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? നടക്കുമ്പോ ഏന്തിയാ നടക്കുന്നത്. ഓക്കെ. മുട്ടിന് താഴേക്ക് അല്ലേ? ആ മുട്ടിന്റെ അവിടെ നിന്നാണ് റോഡ് ഇട്ടിരിക്കുന്നത്. ഓക്കെ അതാണ് അവിടെ വേദന. ഓക്കെ. സോ നിങ്ങൾ നേരത്തെ സ്ക്രീനിൽ കണ്ടു കാണും നമ്മൾ എങ്ങനെയാണ് ഹീൽ ചെയ്തത് എന്നുള്ളത്. ഇങ്ങനെ കൈകൊണ്ട് നീക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടു കണ്ടു. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ ഹീൽ ചെയ്യുന്നത്, പക്ഷേ ഡിസ്റ്റന്റ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ദൂരെയാണ് ഇരിക്കുന്നത്, ഞാൻ ഇവിടുന്ന് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് കൈ മലർത്തി വെച്ച് ഇരിക്കേ കൊണ്ടുള്ളൂ. അതെ, അങ്ങനെ ഇരിക്കേ കൊണ്ടുള്ളൂ. നിങ്ങളൊന്ന് കാലിലൊന്ന് ചെക്ക് ചെയ്യൂ, നേരത്തെ പെയിനും ഇപ്പോഴെങ്ങനെയാണ് കാലിൽ അറിയുന്നത് എന്നുള്ളത്. കുറവുണ്ട്. ആ ചെറുതാണ്. നല്ലോണം മാറിയിട്ടുണ്ട്. ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ? ഇല്ല. ഇതാണ് പ്രാണിക് ഹീലിംഗ്. അയ്യോ, അതിശയം തന്നെ. അത്ര സമയം എടുക്കുള്ളൂ. നിങ്ങൾ എത്ര എത്ര ദൂരെയായാലും, ഈവൻ നിങ്ങൾ US-ലാണെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റാ ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റാ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. ഒന്ന് നടന്നു നോക്കും. അയ്യോ, അതിശയം തോന്നട്ടോ. ഓക്കെ ഓക്കെ. സോ ഞാൻ പറഞ്ഞു മാം, ഇത് ഫുള്ള് ഹീലിംഗ് ആയിട്ടില്ല. ഇതിപ്പോ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ കുറച്ച് ചെയ്തത് മാത്രമാണ്. സോ നിങ്ങൾക്ക് ഒരു ഫുൾ സെഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളായിട്ട് നടക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ മാറി, ഇപ്പൊ കാലിന്റെ ചുവട്ടിലത്തെ അത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ. മുകളിലത്തെ മാറി. അതെ, ഞാനത് അത്ര മാത്രമേ ചെയ്തുള്ളൂ. നിങ്ങൾ ആ പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പം നമ്മൾ ഓൺലൈൻ ഡെമോ ആയതുകൊണ്ട്. സോ നിങ്ങൾ ആര് വഴി ഇതിനകത്ത് ജോയിൻ ചെയ്തത്, കണക്ട് ചെയ്തത്? കോട്ടയത്തുനിന്ന്, ഇവിടുന്ന് കഴക്കൂട്ടത്തുനിന്ന് ഒരു ടീച്ചർ ട്രെയിനിൽ കയറി. ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോ അപ്പൊ അവരെ പരിചയപ്പെട്ടു. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ നമ്പർ വഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, നിങ്ങളെ ഫർദർ ഹീലിങ്ങിനും പഠിക്കാനൊക്കെ ആയിട്ട്. ഇനി അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിനൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പൊ അതിനകത്ത് കാണാം. ഞാനൊന്ന് ഓക്കെ. സോ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവരൊന്ന് ട്രെയിനിങ് വെച്ച് ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. അപ്പോഴാണ് ഇന്നാണ് എനിക്ക് ഇത് അയച്ചു തന്നത് ഉച്ചയ്ക്ക്. എന്തായാലും നല്ല സമയത്ത് അവരെ കണ്ടത്. അവരെ കണ്ടത്. ഓക്കെ, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എന്താവശ്യത്തിനാണെങ്കിൽ. അല്ലെങ്കിൽ അവരെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താലും മതി. അവരെ കോണ്ടാക്ട് ചെയ്താലും അവർ വഴി ചെയ്യാം. അവര് കഞ്ഞിക്കുഴി ക്ലാസ്സിന് പോണ സമയത്താണ് കണ്ടത്. ഓക്കെ ഓക്കെ. നമ്പർ ഉണ്ടോ? അവരുടെ നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ട്, വാട്സപ്പിലുണ്ട്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ.
സിന്ധു ചേച്ചിയാണോ? ഏ സിന്ധു എന്നാണോ പേര്? ആ സിന്ധു, അതെ. ആ ആ ടീച്ചറാണോ? ആ സിന്ധു അല്ല, ഞാനല്ല. സിന്ധു ചേച്ചി ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ബേസിക് അഡ്വാൻസ് ഒക്കെ കഴിഞ്ഞ ആ ആളാണ്. ആ അത് ശരി. ആ ഓക്കെ, സോ ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെഷൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് പ്രാണി ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ എവിടെയും നിങ്ങൾ ചികിത്സയ്ക്കും അതേപോലെ തന്നെ ക്ലാസ്സുകൾക്കുമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ കോട്ടയത്തുള്ള ആളുകളാണെങ്കിൽ ഈ സാറ്റർഡേ സൺഡേ കോട്ടയത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ പങ്കെടുക്കുകയും ചെയ്യുക, കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്യുക. മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ അഡ്രസ് വേണ്ട ആൾക്കാർ, ഫോൺ നമ്പർ വേണ്ട ആൾക്കാർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. താങ്ക് യു വെരി മച്ച്. നമസ്തേ. നമസ്തേ.